ഇന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ലഘുവായിട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത് വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു അങ്ങനെ തുടങ്ങിയിട്ട് അവസാനം രഥാംഗവാണി രക്ഷോഭ്യ സർവപ്രഹരണായുധ ആ ഭാഗത്തോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത്. അതുവരെ ചൊല്ലാം. ഇനിയിപ്പോൾ ഇതിന് മുൻപായിട്ട് വരുന്ന ആ ധ്യാന ശ്ലോകം ചൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അവർക്കും ചൊല്ലാം. ശാന്താകാരം ഭുജഗശയനം ആ ഭാഗം ചൊല്ലാം. ഇത് കഴിഞ്ഞു വരുന്ന ആ ഒരു ഫലശ്രുതി അതും ചൊല്ലാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളത് തിരഞ്ഞെടുത്തിട്ട് ചൊല്ലേണ്ടതായിട്ടുള്ളത്. പിന്നെ പൊതുവേ സ്ത്രീകൾ ഓംകാരം കൂട്ടി ചൊല്ലരുതെന്ന് പറയും. ഓം വിശ്വസേ നമ, ഓം വിഷ്ണവേ നമ, ആ ഓംകാരം ചേർത്ത് ചൊല്ലരുതെന്ന് പറയാറുണ്ട് കേട്ടോ. പുരുഷന്മാർക്ക് ചൊല്ലാം. പിന്നെ അശുദ്ധിയായിട്ടിരിക്കുന്ന സമയത്ത്, അതുപോലെ പുലാവാലായ്മ അങ്ങനെയൊക്കെയുള്ള സമയത്ത് വിഷ്ണു സഹസ്രനാമങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരു സഹസ്രനാമവും ചൊല്ലരുതെന്ന് പറയാറുണ്ട്. ശുദ്ധിയോട് കൂടി വേണം ചൊല്ലാനായിട്ട്. ഇപ്പോൾ ദിവസവും 2 നേരത്താണ് ചൊല്ലുന്നതെങ്കിൽ ഒന്ന് രാവിലെ, അത് രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് വിളക്കൊക്കെ കൊളുത്തിയിട്ട് ആ ഒരു സമയത്ത് ചൊല്ലാം. പിന്നെ അതേപോലെ വൈകിട്ടും നമ്മൾ മേലൊക്കെ കഴുകിയിട്ട് വിളക്ക് കൊളുത്തൂലോ, ആ ഒരു സമയത്തും ചൊല്ലാം. ഇത് 2 നേരം ചൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണ് കേട്ടോ. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഒരു ദിവസം തന്നെ 10ഉം 15ഉം പ്രാവശ്യമൊക്കെ ചൊല്ലുന്നവരുണ്ടായിരിക്കും. അവർക്ക് അവരുടെ സൗകര്യം പോലെ ശുദ്ധിയോടുകൂടി ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ വെറും നിലത്തിരുന്നിട്ട് ചൊല്ലരുതെന്ന് പറയാറുണ്ട്. ഒന്നുകിൽ ഒരു പായോ അല്ലെങ്കിൽ ഒരു തടുക്കോ ഒക്കെ ഇട്ടിട്ട് അതിന് മുകളിലായിട്ടിരിക്കുക. നമ്മളിപ്പോൾ വെറും നിലത്ത് നിലവിളക്ക് കൊളുത്തി വെക്കരുതെന്ന് പറയാറുണ്ടല്ലോ, അതേപോലെ തന്നെ ഇരിക്കുക. ഇനിയിപ്പോൾ പടിഞ്ഞിരിക്കാനായിട്ട്, ചമ്രം പടിഞ്ഞിരിക്കാനായിട്ട് സാധിക്കാത്തവരുണ്ടായിരിക്കും. അവർക്ക് കാല് നിവർത്തിയിരുന്നിട്ട് ചൊല്ലാം. അതും പറ്റാത്തവർക്ക് കസേരയിലിരുന്ന് ചൊല്ലാം. നമ്മളത് ചൊല്ലുക എന്നുള്ളതാണ് കേട്ടോ പ്രധാനം. ശുദ്ധിയോട് കൂടി ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഈ സഹസ്രനാമങ്ങളെയൊക്കെ മാലാനാമങ്ങൾ എന്ന് പറയാം. അതായത് ഒരു മാല പോലെ, ഒരു പദ്യം പോലെയാണ് അത് ചൊല്ലേണ്ടത്. ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിൽക്കുമല്ലോ, അങ്ങനെ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം എന്നാണ് പറയാം. അതേപോലെ തന്നെ കൃത്യമായിട്ട് എവിടെയാണ് മുറിക്കേണ്ടത് അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ അക്ഷരങ്ങളും കൃത്യമായിട്ട് ഉച്ചരിച്ചുകൊണ്ട് വേണം ചൊല്ലാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ അതുകൂടാതെ ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്താ? എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും ലഭിക്കുന്നതാണ് പറയുന്നത്. ഇപ്പം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ടെൻഷനൊക്കെ ഉണ്ടാകുമല്ലോ, ഉറക്കക്കുറവ്, അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പഠിക്കാനൊക്കെ പുറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്കൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നത്. അതേപോലെ രോഗദുരിതങ്ങളിൽ നിന്ന് മാറും, നമുക്ക് സമ്പത്തും ഐശ്വര്യമൊക്കെ വരും. ഗ്രഹദോഷങ്ങൾ, ഇപ്പോൾ വ്യാഴമൊക്കെ അനിഷ്ടസ്ഥിതിയിൽ നിൽക്കുമ്പോഴുള്ള ദോഷങ്ങളില്ലേ, അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. എല്ലാ തരത്തിലും നമുക്ക് ഐശ്വര്യവും സമ്പത്തും അനുഗ്രഹവും നൽകുന്നതാണ് പറയുന്നത് വിഷ്ണു സഹസ്രനാമം നിത്യവും നമ്മൾ ചൊല്ലുന്നതിലൂടെ.